എടോ, നമ്മൾ എന്നും ഉണ്ടാക്കുന്ന റെസിപ്പികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയും തിരിച്ചൊക്കെ ഉണ്ടാക്കിയ കഴിക്കുന്നവർക്ക് സന്തോഷം, ഉണ്ടാക്കി കൊടുക്കുന്ന നമുക്ക് സന്തോഷം. അങ്ങനെയുള്ളൊരു മീൻ ഫ്രൈഡ് റെസിപ്പിയാട്ടോ ഇന്ന് കാണിക്കുന്നത്. ശരിക്കും ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നും അല്ല കേട്ടോ. ഇത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടിയതാ. ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നന്നേ ഇഷ്ടമായി കേട്ടോ. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമായി. എന്നാൽ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. എന്നാൽ പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എടോ, ഇത് ഉണ്ടാക്കാനേ ഞാനിവിടെ കുറച്ച് മീൻ എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മീനിന്റെ പേരെന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇത് മത്തി പോലൊക്കെ ഇരിക്കും, പക്ഷെ ഇത് മത്തിയൊന്നും അല്ല കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും. അപ്പോൾ ഇതുപോലൊന്ന് മിക്സ് ആക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ, പക്ഷെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ഈ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് എണ്ണയൊക്കെ കുറച്ച് മതിയാവും. ഇനി ഇതിലേക്ക് നമ്മുടെ മസാല തേച്ച് വെച്ച മീനൊക്കെ അങ്ങോട്ട് കറക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പൊ താണ്ടോ ഞാൻ മീനൊക്കെ എല്ലാം ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് മറുഭാഗവും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പൊ താണ്ട ഞാൻ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗവും കൂടെ ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഇതും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ പരുവം വരേക്ക് ഞാൻ ഫ്രൈ ആക്കുന്നുള്ളൂ. അപ്പൊ ഇതുവരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്തങ്ങോട്ട് മാറ്റി വെക്കാം. എടോ, ഇനി വീണ്ടും അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 15ഓളം കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കുഞ്ഞുള്ളിക്ക് പകരം ഒരു സവാള വേണമെങ്കിൽ ചേർക്കാട്ടോ, പക്ഷെ കുഞ്ഞുള്ളി ആട്ടോ നല്ല ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങയൊക്കെ ഇതിനകത്തൊന്ന് ഇടയ്ക്ക് കടിക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്തപ്പോൾ. അപ്പം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ആ തേങ്ങയും കുഞ്ഞുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പരുവൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. അതും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ കൂടെ അങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം അങ്ങോട്ടങ്ങ് നേരത്തെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഇപ്പൊ താണ്ട ഞാൻ എല്ലാം ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഒരുപാട് മീൻ പൊടിഞ്ഞൊന്നും പോവരുത്. വളരെ പതിയെ ഒന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി നമുക്കിത് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. വേവിച്ചെടുക്കാന്ന് വെച്ചാൽ ഈ മസാലയൊക്കെ ഈ മീനകത്തൊന്ന് പിടിക്കണം, അത്രേ വേണ്ടൂ. അപ്പം ഇതൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് അങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഇപ്പൊ താണ്ട 1 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കാരണം നമ്മുടെ മീനൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.